ഇതൊരു ഫുഡ് അലർജി അവയർനെസ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫുഡ് അലർജിയുമായിട്ട് യാത്ര തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുകയുണ്ടായി, ഒരുപാട് അഡ്വൈസസ് കേൾക്കുകയുണ്ടായി, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുകയുണ്ടായി, കളിയാക്കൽ നേരിടുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പാരന്റിന്റെ കുട്ടിക്ക് ഫുഡ് അലർജി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ പാടില്ലാത്തൊരു അഡ്വൈസ് ഞാൻ പറഞ്ഞുതരാം. ഫുഡ് അലർജി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫുഡ് നിരന്തരമായിട്ട് കഴിക്കണം. ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഫുഡ് അലർജിയും ഫുഡ് ഇൻടോളറൻസും രണ്ടും രണ്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും സിംറ്റംസ് ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും അലർജി വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു വെക്കുക. എന്ത് മെഡിസിൻ ആണ് എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കുക. നമ്മുടെ കുട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളോട്, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത്തരം ഫുഡുകൾ കൊടുക്കരുത്, അതായത് കുട്ടി ചിലപ്പം അറിയാതെയൊക്കെ കഴിച്ചു പോകും, അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ അതൊന്ന് അവെയർ ആക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. ഉപദേശക്കാര് അതെല്ലായിടത്തും കാണും. അത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. പിന്നെ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമൊന്നുമല്ല പറയുന്നത്, ചുമ്മാ അങ്ങ് തട്ടി വിടുകയാണ്. അലർജി വരാൻ ജെൻഡർ വരെ നോക്കണം എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ മുന്നോട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ അലർജി അവയർനെസിന്റെ വീഡിയോസുമായിട്ട് കാണാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.